إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ സംസാരശേഷി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പ്രത്യേകം വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ് അള്ളാഹു ആ അനുഗ്രഹത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ, നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ. നാം ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ബാധ്യതയുള്ളവരാണ്. നമുക്കറിയാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന് സംസാരത്തിൽ വിക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ ഏൽപ്പിച്ച തൗഹീദി പ്രബോധനം മനുഷ്യരെ ഗ്രഹിപ്പിക്കാൻ എൻ്റെ വിക്ക് തടസ്സമാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം. ഖാല റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബേ, എനിക്ക് ഹൃദയവിശാലത നീ നൽകണം, എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണം. നിന്റെ തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ നാവിൻ്റെ കുടുക്കുകൾ അതിന് തടസ്സമാകരുത്. അതുകൊണ്ട് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ നാവിൻ്റെ കുടുക്കുകളെ നീ ഇല്ലാതെയാക്കണം. അങ്ങനെ ഞാൻ പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ കഴിയണം. ഒരാളുടെ വ്യക്തിത്വം എന്നത് വിലയിരുത്തപ്പെടുമ്പോൾ അവൻ്റെ സംസാരം അതിന് വലിയ പങ്കുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദീനിൽ, നമ്മുടെ ദീനീ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ ഓരോ വാക്കുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരാളുടെ വിശ്വാസം, ഈമാൻ, അത് നേരെയാകുകയില്ല അവൻ്റെ ഹൃദയം നേരെയാവാതെ. അവൻ്റെ ഹൃദയം നേരെയാകുകയില്ല ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ സംസാരം നേരെയാവാതെ എന്നാണ്. ആ ഹദീസിൻ്റെ അവസാനത്തിൽ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞു,
വലാ യദ്ഖുലുൽ ജന്നത റജുലുൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. തൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഒരയൽവാസി മോചിതനല്ലെങ്കിൽ, നിർഭയനല്ലെങ്കിൽ അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളുടെ ദീനിൻ്റെ പൂർണ്ണതക്ക് അവനവൻ്റെ സംസാരത്തെ നന്നായി ശ്രദ്ധിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ഖൈറായ കാര്യങ്ങൾ മാത്രം സംസാരിക്കട്ടെ. അതിന് സാധിക്കാത്ത സന്ദർഭമാണോ അവൻ മൗനം പാലിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിലുള്ളത്, ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്നൽ അല്ലാഹ തുകഫിറുൽ ലിസാൻ ഫതഖൂൽ ഇത്തഖില്ലാഹ ഫീനാ ഫഇൻ ഇസ്തഖംത ഇസ്തഖംനാ വഇൻ ഇഅ്വജസ്ത ഇഅ്വജസ്നാ. ഓരോ പ്രഭാതത്തിലും നേരം പുലരുമ്പോൾ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളൊക്കെ നാവിനോട് വിനയപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഇത്തഖില്ലാഹ ഫീന, നാവേ നീ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ നേരെയായാൽ ഞങ്ങളൊക്കെ നേരെയായി. നിന്നിൽ വല്ല കൃത്രിമത്വവും ഉണ്ടായാൽ ഞങ്ങളും അതിന് വിധേയമായി എന്ന് ശരീരത്തിലെ ഓരോ അവയവങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഇവിടെ ചില പ്രത്യേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജുമുഅ ഖുതുബ അടക്കമുള്ള എല്ലാ ഉത്ബോധനങ്ങളിലും സത്യവിശ്വാസികളെ കേൾപ്പിച്ചിരുന്ന 3 വചനങ്ങൾ ഈ ഖുതുബയിലും നാം അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നേരായ ചൊവ്വായ വാക്കുകൾ പറയണം. എന്നാൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെ നേരെയാക്കും, നന്നാക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ വരുന്ന വീഴ്ചകളൊക്കെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും എന്നത്. ആദ്യം പറഞ്ഞത് ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നതാണ്. ആ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് ഫഇന്നഹു റഅ്സുൽ അംരി കുല്ലി, അതാണ് മുഖ്യ കാര്യം. അള്ളാഹു നൽകിയ വായു ശ്വസിച്ച്, വെള്ളം കുടിച്ച്, അന്നം കഴിച്ച്, അവൻ നൽകിയ ആഫിയത്തോടെ ഇവിടെ ജീവിക്കുമ്പോൾ ആ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ മുഖ്യമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ എന്നാണ്. മഹാനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിയുക, അള്ളാഹു അവതരിപ്പിച്ച പ്രമാണബദ്ധമായ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുക, കർമ്മങ്ങളിൽ മുഴുകുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, എത്ര കുറച്ചാണ് നമുക്ക് അള്ളാഹു നൽകിയ ഉപജീവനം, ആ കുറഞ്ഞതിൽ തൃപ്തിപ്പെട്ട് കഴിയുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരണത്തോടെ ആരംഭിക്കുന്ന ഒരു യാത്ര വരാനുണ്ട്. ആ യാത്രക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നന്നായി ഒരുങ്ങുക, അതാണ് തഖ്വ. അത്തഖ്വ അൻ തഅമല അലാ ത്വാഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വ അൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. ഇതിങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മനപ്പാടമാക്കി വെക്കുന്നത് നമ്മുടെ ദീനീ അറിവുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് തഖ്വ? അള്ളാഹുവിനെ അവൻ നൽകിയ പ്രകാശമനുസരിച്ച് നീ പ്രവർത്തിക്കുക. ആ അള്ളാഹു നൽകിയ ആ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ നൽകുന്ന ആ പ്രതിഫലം നീ കാക്ഷിക്കുക. ഒരു തിന്മയിൽ നിന്ന് വെടിയുകയാണെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തി, ഇത് അള്ളാഹു എന്നോട് വിലക്കിയത് കൊണ്ടാണ് എന്ന നിലക്ക്
അള്ളാഹു ആ തിന്മയെ വെടിയുക. അതെങ്ങനെയാകണം? തഖാഫു ഇഖാബല്ലാ, അള്ളാന്റെ ശിക്ഷ ഭയപ്പെട്ടത് കൊണ്ടാവണം. ഇതൊക്കെ തഖ്വയാണ്. ഇതിനോടൊപ്പം അള്ളാഹു ചേർത്തു പറഞ്ഞ കാര്യമാണ് ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരെ ചൊവ്വായ വാക്കുകൾ മാത്രം പറയണം. അതിനൊരുപാട് ശറഹുണ്ട്. അതിലൊന്ന് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിക്കേണ്ട ലാ ഇലാഹ ഇല്ലല്ലാ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനില്ല എന്ന കലിമത്തു തൗഹീദ് നിങ്ങൾ പ്രഖ്യാപിക്കണം. അസ്സവാബു വൽ ഹഖ്, എല്ലാ ശരിയായ വാക്കുകളും അതിൽപ്പെടും. മിൻ കുല്ലി കലാമിൻ ത്വയ്യിബിൻ, എല്ലാ നല്ല വാക്കുകളും അതിൽപ്പെടും. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, എല്ലാ നല്ല വാക്കുകളും അള്ളാഹുവിലേക്ക് നമ്മിൽ നിന്ന് അതാ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തോട് അള്ളാഹു കരാർ വാങ്ങി അവരോട് മുഴുകാൻ പറഞ്ഞ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അതിലൊന്നായിരുന്നു വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ മനുഷ്യരോടൊക്കെ നല്ലത് മാത്രം സംസാരിക്കണമെന്നത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു പ്രത്യേകം പറഞ്ഞു, വഖുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട് താങ്കൾ പറയണം ഏറ്റവും നല്ലത് അവർ പറയട്ടെ എന്ന്. ആ ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ കലാമാണ് അതിൽ ആദ്യം വരിക. പിന്നെ ഹദീസുകളാണ്. പിന്നെ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട എല്ലാ ദിക്റുകളും അതിൽപ്പെടും. ഇതൊക്കെ നമ്മുടെ നാവിലുണ്ടാകണം. അങ്ങനെ നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ, നമ്മുടെ കർമ്മരേഖയിൽ നിറക്കുന്ന നന്മകൾ ഏതൊക്കെയുണ്ടോ, ആ നന്മയാകുന്ന വാക്കുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ നമസ്കാര സ്ഥലത്തിരുന്ന് ദിക്റുകളിൽ മുഴുകുകയാണ്. റസൂലുള്ളാഹി അവിടേക്ക് പുറത്തു പോയി. ളുഹാ സമയത്താണ് പിന്നെ തിരിച്ചു വരുന്നത്. നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അതേ റസൂലെ, ഞാൻ ദിക്റുകളിൽ മുഴുകിയിരുന്നതാണ്. ആ സമയം ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്തിൻ സലാസ മറാത്തിൻ ലൗ വസനത് ബിമാ ഖുൽതി മുൻദുൽ യൗമി ലവസനതുഹുന്ന. ജുവൈരിയ, ഞാൻ നിന്റെ അരികിൽ നിന്ന് പുറപ്പെട്ടു പോയ ശേഷം ഞാൻ 4 പദങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ ഇതുവരെ ചൊല്ലിയ ഏതൊക്കെ ദിക്റുകളുണ്ടോ അതിനെ നാളെ പരലോകത്ത് മീസാനിൽ അതിൻ്റെ ഭാരം കൊണ്ട് അതിനെ മറികടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ഒരു വിശ്വാസി ഇത്തരം പദങ്ങളൊന്നും ജീവിതത്തിൽ അത് പറയാൻ മറക്കരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പദങ്ങളാണത്. അവനാണ് ഏറ്റവും പരമപരിശുദ്ധൻ എന്നറിയിക്കുന്ന ആ പദങ്ങൾ നമ്മുടെ ഓരോ പ്രഭാതത്തിലും ഉണ്ടാവണം. ഇന്ന് നമ്മൾ മരണപ്പെട്ടാൽ ആ പദങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുള്ളൊരു മരണമെന്നത് അതൊരു മഹാഭാഗ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതാണ് ഖൂലു ഖൗലൻ സദീദ എന്നതിൽ ഒരു ഭാഗം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ നാവിലുണ്ട്. അത് ചൊല്ലുന്നവനാണ് ഞാനെന്ന ഉറപ്പുണ്ടാക്കുക. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് നാം. അത് പോസിറ്റീവായ സംസാരവും നെഗറ്റീവായ സംസാരവും മനുഷ്യരിൽ നിന്ന് വരും. ഒരാളെ പാടെ തളർത്തുന്ന, അപമാനിക്കുന്ന, അവനെ സമൂഹമധ്യത്തിൽ പരിഹസിക്കുന്ന വാക്കുകൾ പറയുന്ന, അതുപോലെ തോന്നിവാസം വിളിച്ചു പറയുന്ന ആളുകളെ കാണാം. ലൈസൽ മുഅ്മിനു ബിത്വആൻ വലൽ ലആൻ വലൽ ബദി വലൽ ഫാഹിഷ്. ഒരു വിശ്വാസി ഒരിക്കലും കുത്തിപ്പറയുന്നവനല്ല, ശപിച്ചു പറയുന്നവനല്ല, അധർമ്മം വിളിച്ചു പറയുന്നവനല്ല, അവൻ തോന്നിവാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ സംസാരം ഇത്തരത്തിലുള്ളതാണോ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, അതിൽ നിന്ന് വിരമിക്കണം. എന്നാൽ മറ്റുള്ളവർക്ക് തണലും താങ്ങുമാകുന്ന, മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസവും നൽകുന്ന വാക്കുകളും നമ്മിൽ നിന്നുണ്ടാകണം. ഒരുപക്ഷെ തിന്മയിൽ അകപ്പെട്ട ആളുകളെ ആ തിന്മയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ നമ്മുടെ വിലപ്പെട്ട വാക്കുകൾ കൊണ്ട് സാധിക്കും. അതിന് നമ്മൾ മുതിരണം. 2 സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾക്കൂട്ടം കാണുകയാണ്. ആ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു ചെറുപ്പക്കാരൻ സംഗീതം ആലപിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ ആ സ്വരമാധുര്യത്തോടെയുള്ള സംഗീതത്തിൽ ആളുകൾ മുഴുകി അദ്ദേഹത്തിന് സപ്പോർട്ടും കയ്യടികളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി മസ്ഊദിനെ കണ്ടപ്പോൾ ഇബ്നു മസ്ഊദിനെ അറിയുന്ന ചില ആളുകൾ അതിലുണ്ട്. ഒന്നുകൊണ്ട് തല ഉയർത്തി. അബ്ദുല്ലാഹി മസ്ഊദ് ആ സംഗീതം ആലപിച്ചിരുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലൗ കാന മാ യുസ്മഉ മിൻ സൗതിക യാ ഗുലാം ബിഖിറാഅതികൽ ഖുർആൻ കുൻത അൻത്. അല്ലയോ മോനെ എന്ന് വിളിച്ചുകൊണ്ട്, താങ്കൾക്ക് അല്ലാഹു നൽകിയ ഈ സ്വരമാധുര്യമുണ്ടല്ലോ, ആളുകളെ ആകർഷിക്കാൻ പറ്റിയ ഈ സംസാര ശൈലിയുണ്ടല്ലോ, ഇതുകൊണ്ട് അള്ളാന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ കേൾപ്പിച്ചിരുന്നെങ്കിൽ താങ്കളായിരിക്കും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉന്നതൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ അത് കാരണമായനെ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് ഇറങ്ങിപ്പോയി. ആ പോയ സമയം ആ മനുഷ്യൻ ചോദിച്ചു, ആ പാട്ടിൽ മുഴുകിയ അങ്ങനെ ജനങ്ങളെ ആകർഷിപ്പിച്ച ആൾ ചോദിച്ചു, ആരാണത് എന്ന്. ആളുകൾ പറഞ്ഞു, അബ്ദുല്ലാഹി മസ്ഊദ് സ്വാഹിബു റസൂലില്ല, റസൂലുള്ളയുടെ സ്വഹാബത്തിൽപ്പെട്ട ഇബ്നു മസ്ഊദാണത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ അബ്ദുല്ലാഹി മസ്ഊദ് പറഞ്ഞ, താങ്കളുടെ നാവിൻ്റെ ഈ ആളുകളെ ആകർഷിക്കാനുള്ള ഈ സ്വരമാധുര്യമുണ്ടല്ലോ, അത് ഖുർആൻ ഓതിക്കേൾപ്പിക്കാനായിരുന്നെങ്കിലെന്ന ആ വാക്ക് അദ്ദേഹത്തെ മാറ്റി ചിന്തിച്ചു. പിന്നീടതാ അദ്ദേഹം അബ്ദുല്ലാഹി മസ്ഊദിനെ ചെന്ന് കാണുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, തുബ്തു വല്ലാഹി മിമ്മാ അഫ്അൽ, അള്ളാഹു തന്നെ സത്യം, ഞാൻ ഇതുവരെ മുഴുകിയിരുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് ഞാനിതാ പക്ഷാതപിച്ച് മടങ്ങിയിട്ടുണ്ട് എന്ന്. വഅതനകഹു അബ്ദുല്ലാഹി മസ്ഊദ്, അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു അബ്ദുല്ലാഹി മസ്ഊദ്. എന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിമൻ അഹബ്ബഹുല്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ വാക്കാണ്. അത് കണ്ട് ആക്ഷേപിച്ചു പോകുകയല്ല, മറിച്ച് തിന്മയിലകപ്പെട്ട ഒരാളെ മോചിപ്പിക്കാനുള്ള ആ ഒരു ശ്രമം. ഇങ്ങനെ എത്രമാത്രം നമുക്ക് സാധിക്കണം. മറ്റൊരു സംഭവം, ഇമാമു അഹ്ലിസുന്ന എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട അഹ്മദ് ഹംബൽ റഹിമഹുല്ല, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മകൻ അബ്ദുള്ള കേൾക്കുകയാണ്. അല്ലാഹു മഗ്ഫിർലി അബിൽ ഹൈസം, അല്ലാഹു മർഹം അബിൽ ഹൈസം. അബുൽ ഹൈസമിന് അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ, അബുൽ ഹൈസമിനോട് കരുണ കാണിക്കണേ എന്ന്. മകൻ അബ്ദുള്ള ചോദിക്കുക, മൻ അബുൽ ഹൈസം യാ അബത്തി, പിതാവേ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന അബുൽ ഹൈസം ആരാണ് എന്ന്. പിതാവ് പറഞ്ഞു കൊടുത്തു, റജുലു മിനൽ അറാബ്, അറാബികളിൽപ്പെട്ട ഒരു ആളാണ്. ലം അറ വജ്ഹഹു, ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഖൽഖുൽ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ആ തർക്കത്തിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട അഹ്മദ് ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തല താഴ്ത്തി ഉയർത്താൻ കഴിയാതെ ബന്ധിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ആ ജയിൽ പുള്ളികളിൽപ്പെട്ട ഒരാൾ വന്ന് പുറത്ത് കൊട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അൻത അഹ്മദ് ബിൻ ഹംബൽ, താങ്കളാണോ അഹ്മദ് ഹംബൽ എന്ന്. അതെ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഇന്നി ജുലിത്തു 18,000 ജൽദ വഖദ് ഇഹ്തമൽതു കുല്ല ഹാദാ ഫീ സബീലി ശൈത്വാൻ, ഞാൻ ഈ ജയിലിനുള്ളിലുള്ള ഒരാളാണ്, 18,000 അടി ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു, അതൊക്കെ ഞാൻ സഹിച്ചത് ഫീ സബീലി ശൈത്വാൻ, ശൈത്വാന്റെ മാർഗത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫസ്ബിർ അൻത ഫീ സബീലില്ലാ യാ അഹ്മദ്, ക്ഷമിക്കുക അഹമ്മദേ, താങ്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. കാരണം എന്താ, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, ആ സൃഷ്ടിയാണെന്ന് ഞാൻ പറയില്ല എന്നതിൻ്റെ പേരിലാണ് അഹ്മദ് ഹംബൽ റഹിമഹുല്ല ജയിലിലടക്കപ്പെട്ടത്. അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കുക. ആ മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല അഹ്മദ് ഹംബൽ, മുഖം കാണാൻ കഴിയില്ല, തല ഉയർത്താൻ കഴിയുന്നില്ല. എന്നിട്ട് പോലും പിന്നീട് ജീവിതത്തിൽ അല്ലാഹുമ്മ മഗ്ഫിർ ലി അബിൽ ഹൈസം, അല്ലാഹുമ്മ റഹം ലി അബിൽ ഹൈസം എന്ന് ഇമാം അഹ്മദ് ഹംബൽ പ്രാർത്ഥിക്കുകയാണ്. എന്താ കാരണം, ആ ജയിൽ പുള്ളിയായ മനുഷ്യൻ്റെ, ആ ജയിൽ പുള്ളിയുടെ പ്രത്യേകത എന്താ, അല്ലിസ്സു അശ്ശാരിബു ഖാത്തിഉത് ത്വരീഖ്, മോഷ്ടാവാണ് അദ്ദേഹം. അതുപോലെ ജനങ്ങളെ സമ്പത്ത് പിടിച്ചു പറിക്കുന്ന മനുഷ്യനാണ്, മദ്യപാനിയാണ്. മക്തൂബുൻ ഫി ദീവാനിൽ അമീർ, ഭരണാധികാരിയുടെ ദീവാനിൽ പ്രത്യേകം പ്രശസ്ത മോഷ്ടാവാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഒരു നല്ല വാക്ക്,
അത് അഹമ്മദ് അംബർ റഹിമഹുല്ല അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കാരണമായി. ഒരുപക്ഷെ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചാൽ ആ മനുഷ്യനത് മതിയാകും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംസാരം കൊണ്ട് ആളുകൾക്ക് ഉയർച്ച ലഭിക്കണം, ആളുകൾക്ക് സമാധാനം ലഭിക്കണം. ആളുകളെ ഇകഴ്ത്തുന്ന, കേട്ടാൽ തോന്നിവാസം വരുന്ന വാക്കുകളൊന്നും സംസാരിക്കാത്ത വിശ്വാസികളായി നമ്മൾ മാറണമെന്നാണ്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ കേൾപ്പിച്ച വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഉണർത്തിയ ഒന്നാണ്, വമൻ യുതിഇല്ലാഹ വ റസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. സത്യവിശ്വാസികളെ വിളിച്ച് അള്ളാഹു പ്രത്യേകം കാര്യങ്ങൾ പറയുമ്പോൾ അത് ഗൗരവത്തിലെടുക്കണം. അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഇദാ സമിഅത ഖൗലല്ലാഹി തആല യാ അയ്യുഹല്ലദീന ആമനു ഫർഇഹാ സംഅക്. അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന ആയത്തുകൾ പ്രത്യേകം നീ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം എന്താ? ഫഇന്നഹു ഖൈറുൻ തുഅ്മറു ബിഹി ഔ ശർറുൻ തുൻഹാ അൻഹു. ആ ആയത്തിലൂടെ ഒന്നുകിൽ അള്ളാഹ് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ടാകും, അല്ലെങ്കിൽ അള്ളാഹ് വിലക്കുന്ന ഒരു വിരോധം ഉണ്ടാകുമെന്നാണ്. ആ ആയത്തിലാണ് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരാണ് അനുസരിച്ച് ജീവിക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവൻ വമ്പിച്ച വിജയം ഭൗതിക ലോകത്തും നേടും പാരത്രിക ജീവിതത്തിലും നേടുമെന്നാണ്. അതുകൊണ്ട് പരമാവധി നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ, നമ്മുടെ സംസാരങ്ങളിൽ എത്രമാത്രം നാം ശ്രദ്ധിക്കണം, അതുപോലെ നമ്മുടെ കർമ്മങ്ങളും ശ്രദ്ധിക്കുക. ആ കർമ്മങ്ങളിലൊക്കെ അള്ളാഹുവിനനുസരിച്ചുള്ള കർമ്മങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ടുള്ള കർമ്മങ്ങളുണ്ടോ എന്ന് നാം പഠന വിധേയമാക്കണം. ഒരു മുസ്ലിമിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹി വഅല മില്ലത്തി റസൂലില്ല, അല്ലെങ്കിൽ ബിസ്മില്ലാഹി വഅല സുന്നത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെക്കണം എന്നാണ്. ഈ മയ്യത്ത് കഫൻ ചെയ്തത്, കുളിപ്പിച്ചത്, നമസ്കരിച്ചത്, കബറടക്കുന്നതൊക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ടാണ് മയ്യത്ത് മറവ് ചെയ്യുക. അതുകൊണ്ട് ആ മയ്യത്തിന് പ്രത്യേക നേട്ടമൊന്നുമില്ല. നേട്ടം ആർക്കാണ്? ആ സുന്നത്ത് ചെയ്തവർക്കാണ്. ആ മയ്യത്തിനുള്ള നേട്ടതാണ് ആ ഖബറിലേക്ക് എത്തുന്ന നിമിഷം വരെ ജീവിതത്തിൽ എത്ര സുന്നത്തുകൾ പാലിച്ചോ ജീവിതത്തിൽ, അതിനാണ് ഖബർ ജീവിതത്തിൽ ധന്യത, സ്വർഗീയ അനുഭവം ഉണ്ടാകുക എന്നത്. അതുകൊണ്ട് പരമാവധി സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته يا ارحم الراحمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.